അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇസ്ലാമിക കർമ്മങ്ങളെക്കുറിച്ച് പൂർണ്ണ ബോധവാന്മാരാണോ നമ്മൾ? എന്ന് നമ്മോട് ആരെങ്കിലും അന്വേഷിച്ചാൽ നമ്മൾ എന്താണ് അവരോട് പ്രതികരിക്കുക? ഒരു സഹോദരൻ്റെ ഉദാസീനതയോടുള്ള പ്രതികരണം നോക്കൂ. മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് ഏറെക്കുറെ ഓർമ്മ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഖുർആൻ ഓതുവാനും ജമാഅത്തായി നമസ്കരിക്കുവാനും എന്തൊരു ഉത്സാഹമായിരുന്നു. ഇപ്പോൾ അതെല്ലാം വെറും 2 രൂപ നോട്ട് പോലെയാ. ഇപ്പോൾ മദ്രസയും കിതാബുകളും എല്ലാം കണ്ടിട്ട് കാലം ഒരുപാടായി. അതിനർത്ഥം ഇത്രകാലം ജീവിച്ചിട്ടും മതപരമായ ഒരു അറിവ് നേടുന്നതിൽ നിങ്ങളൊട്ടും താല്പര്യം കാണിച്ചിട്ടില്ല എന്നല്ലേ? നിത്യജീവിതത്തിലെ ഓരോ ചുവടുവെപ്പിനും അനുയോജ്യമായ വിധത്തിൽ കർമ്മശാസ്ത്ര പഠനം സാമാന്യവൽക്കരിക്കപ്പെട്ടാൽ മാത്രമേ മതം സജീവമായി ഓരോ വ്യക്തിയിലും നിലനിൽക്കുകയുള്ളൂ. മദ്രസ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ യുവത്വത്തിലേക്കുള്ള പരിണാമം കാരണം വിവിധ കാരണങ്ങളാൽ മതപഠനങ്ങളെല്ലാം പലരും നിർത്തി. അതുവഴി ഇബാദത്തുകൾ കേവലം ചടങ്ങുകളായി മാറി. അതുകൊള്ളാം, ഇതിലൊക്കെ എത്രയേറെ ശ്രദ്ധിക്കാൻ എന്താണുള്ളത് എന്നാണോ നമ്മളെല്ലാവരും ചോദിക്കുവാൻ ഉദ്ദേശിക്കുന്നത്? എന്നിരുന്നാൽ താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് നമ്മുടെ പ്രതികരണം എന്താണ്? 1. 5 നേരത്തെ നമസ്കാരം കൃത്യതയോടെ നിസ്കരിക്കുന്നതിൽ നമ്മൾ ശ്രദ്ധയുള്ളവരാണോ? പ്രായപൂർത്തിയായതിനു ശേഷം ഏതെങ്കിലും നേരത്തെ നമസ്കാരം ഇസ്ലാം നിർദ്ദേശിച്ച നിബന്ധനകൾ കൂടാതെ ഖളാ ആക്കിയിട്ടുണ്ടോ നമ്മൾ? 2. നമസ്കാരം സമയം വിട്ട് പിന്തിക്കുവാൻ മതം നൽകുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? 3. നിസ്കാരത്തിൻ്റെ ഷർത്തുകളെക്കുറിച്ചും ഫർളുകളെക്കുറിച്ചും പൂർണ്ണ ബോധത്തോടെയാണോ നമ്മൾ കർമ്മങ്ങൾ ചെയ്തു പോരുന്നത്? 4. വുളൂഇൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വുളൂഇനും കുളിക്കും വെള്ളം ഉപയോഗിക്കുന്നതിൽ അസൗകര്യമുണ്ടായാൽ തയമ്മം എന്ന പ്രതീകാത്മകമായ ശുദ്ധി ചെയ്ത് നിസ്കരിച്ചാൽ ആ നമസ്കാരം അടയ്ക്കേണ്ടതുണ്ടോ? തയമ്മം ചെയ്യുന്നതോടൊപ്പം വുളൂ ചെയ്യേണ്ട സന്ദർഭം ഏത്? ഉച്ചാരണ രീതി തെറ്റാതെ നമുക്ക് ഫാത്തിഹ ഓതുവാൻ കഴിയുമോ? ഒരു മുസ്ലിമിൽ നിന്നും ഒരിക്കലും വേർപെടാൻ പാടില്ലാത്ത ഇസ്ലാമിക അനുഷ്ഠാന കർമ്മങ്ങളിൽ വളരെ പ്രാധാന്യം ഏറിയ നിസ്കാരവും അനുബന്ധ ചോദ്യവുമാണ് ഇതുവരെ പറഞ്ഞത്. ഈ ചോദ്യങ്ങളെല്ലാം ശ്രദ്ധാപൂർവം കേൾക്കുകയും അതിന് അനുയോജ്യമായ മറുപടികൾ കണ്ടെത്തുകയും ചെയ്തു അല്ലേ? ഇപ്പോൾ നമ്മൾക്ക് എന്തു തോന്നുന്നു? ഇപ്പോൾ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും, ഇസ്ലാമിക കാര്യങ്ങൾ കേൾക്കുവാനും വഅ്ള് കേൾക്കുവാനും ആർക്കാണിവിടെ സമയം? എന്നാൽ പറയട്ടെ, ഓരോ വ്യക്തിയും അറിയൽ നിർബന്ധമായ പഠനങ്ങളാണ് ഇവയെല്ലാം. ഇതെല്ലാം ശ്രദ്ധിക്കാതെ പോവുകയാണെങ്കിൽ നമ്മുടെ കർമ്മങ്ങളെല്ലാം നാളെ മഹ്ശറയിൽ നമുക്കെതിരെ തന്നെ തിരിഞ്ഞു പ്രവർത്തിക്കും. ഫാത്തിഹയുടെ ഉച്ചാരണം അറിയാത്ത ഒരാളുടെയും നമസ്കാരം സഹിയാവുകയില്ല. സാധുവല്ലാത്ത കർമ്മങ്ങൾ ചെയ്യുന്നത് നിഷിദ്ധമാണ്. ഇങ്ങനെ നിഷിദ്ധങ്ങളായ പ്രവർത്തികൾ ചെയ്യുന്നതിന് ശിക്ഷയും അനിവാര്യമാണ്. മതപരമായ അറിവുകൾ നേടാത്ത ഇത്തരക്കാർ പരലോകത്ത് പരാജയപ്പെടുന്നത് ദയനീയമാണ്. ഏത് കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും അതിനെക്കുറിച്ച് മതിയായ അറിവുകൾ ഉണ്ടാവുമ്പോൾ മാത്രമേ ആ കർമ്മം സ്വീകരിക്കപ്പെടുകയുള്ളൂ. നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ തന്നെ നോക്കൂ. നമ്മുടെ ഇബാദത്തുകളുടെ അകത്തളങ്ങളിൽ എത്രമാത്രം ഭൗതിക കാര്യങ്ങൾ എത്രമാത്രം കലർന്നിരിക്കുന്നു. നമ്മൾ സൗകര്യപൂർവം അത് കണ്ടില്ലെന്ന് നടിക്കുകയാണോ? ഭൗതിക താൽപ്പര്യങ്ങളെ അപേക്ഷിച്ച് ഇബാദത്തുകളായ താൽപ്പര്യങ്ങളിൽ നാം ഒരുപാട് പിറകിലാണെന്ന് അനുഭവ സത്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഇങ്ങനെ ഇബാദത്തുകളിലെ പരാജയങ്ങൾ പലരിലും പലതുമാവാം. എങ്കിലും പൊതുവായി പറയുന്ന ചില ഘടകങ്ങളുണ്ട്. അവയിൽ ചിലതിവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടുവാൻ അല്ലാഹു 2 നിബന്ധനകളാണ് മുൻപിൽ വയ്ക്കുന്നത്. 1. മുസ്ലിമായിരിക്കുക. 2. കർമ്മങ്ങൾ ആത്മാർത്ഥതയോടെ, അതായത് ഇഖ്ലാസോടുകൂടെ നിർവഹിക്കുക. അല്ലാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രമായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവനും. പേര്, പ്രശസ്തി, സാമ്പത്തിക നേട്ടം, നേതൃത്വമോഹം, സ്തുതി, ജനങ്ങൾ നൽകുന്ന പ്രത്യേക പരിഗണന, ആദരവ് തുടങ്ങിയ മനുഷ്യസഹജമായ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക വഴി തുടങ്ങിയ ഇസ്ലാമിനെ നഷ്ടപ്പെടുത്തുന്നത് എത്രമാത്രം നിർഭാഗ്യകരമായ കാര്യങ്ങളാണ്. സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ജനങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന പ്രശംസകളെ പാടെ അവഗണിച്ച് അല്ലാഹുവിൻ്റെ പ്രീതി മാത്രമാണ് ലക്ഷ്യമെന്ന ഉന്നത വിജയത്തിന് വഴിപ്പെടുമ്പോഴും ചെയ്യുമ്പോൾ മാത്രമാണ് അല്ലാഹുവിനോടുള്ള വിധേയത്വം പൂർണ്ണമായും പ്രകടിപ്പിച്ച പൂർണ്ണമായ അല്ലാഹുവിൻ്റെ ഒരു അടിമയായി തീരുകയുള്ളൂ.
സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന മനുഷ്യനെ പ്രശംസിക്കുമ്പോൾ അവൻക്കുണ്ടാകുന്ന അഭിമാനം അവരുടെ ഇഖ്ലാസിനെ ബാധിക്കുമോ? അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം മുന്നിൽ കണ്ട് ഒരാൾ കർമ്മങ്ങൾ ചെയ്യുന്നു. ജനങ്ങൾ അതറിഞ്ഞതിൻ്റെ പേരിൽ അയാളെ പുകഴ്ത്തിയപ്പോൾ അല്പം അഭിമാനം തോന്നി. അബൂദർ റളിയല്ലാഹു അൻഹു സാക്ഷ്യപ്പെടുത്തുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അത് സത്യവിശ്വാസികൾക്ക് ഈ ലോകത്ത് വെച്ച് ലഭിക്കുന്ന സന്തോഷവാർത്തയാണ്. മുസ്ലിം റിപ്പോർട്ട്. ബാഹ്യപ്രകടനങ്ങൾ. ലോകമാന്യത്തിൻ്റെ ഭീകരത വെളിപ്പെടുത്തുന്ന തിരുമൊഴികൾ നിരവധിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സാക്ഷ്യപ്പെടുത്തുകയാണ്. അള്ളാഹു പറയുന്നു, ഞാൻ പങ്കാളിയെ തൊട്ട് ഐശ്വര്യമാണ്. എനിക്കു വേണ്ടി നിങ്ങൾ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളിൽ മറ്റുള്ളവരെയും കൂടി പങ്കുചേർക്കുന്നുവെങ്കിൽ ആ ഇബാദത്തുകളെ ഞാൻ പരിഗണിക്കപ്പെടുകയില്ല. മുസ്ലിം റിപ്പോർട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് വീര്യം കുറഞ്ഞ ശിർക്കാണ്. എന്താണ് തിരുദൂതരെ വീര്യം കുറഞ്ഞ ശിർക്ക്? സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി ഇങ്ങനെയാണ്, അത് ബാഹ്യപ്രകടനമാണ്. അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി. പരലോകത്ത് വെച്ച് കർമ്മങ്ങൾക്ക് പ്രതിഫലം വീതിക്കപ്പെടുമ്പോൾ ലോകമാന്യതയ്ക്ക് വേണ്ടി ഇബാദത്ത് ചെയ്തവരോട് അള്ളാഹു പറയും, ഭൂമിയിൽ വെച്ച് ആരെ കാണുവാനാണോ നിങ്ങൾ പ്രവർത്തിച്ചിരുന്നത് അവരെ സമീപിക്കൂ എന്നായിരിക്കും അള്ളാഹുവിൻ്റെ മറുപടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സ്വഹാബികളെ വിളിച്ചു വരുത്തി പറഞ്ഞു, നിങ്ങൾ ജുബ്ബുൽ ഹുസ്നിൽ നിന്ന് രക്ഷ പ്രാപിക്കുക. അപ്പോൾ സ്വഹാബാക്കൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, അത് എന്താണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അത് നരകത്തിൻ്റെ ഒരു ഭാഗമാണ്. ലോകമാന്യക്കാരായ ഖുർആൻ പാരായണക്കാർക്ക് സംവിധാനിക്കപ്പെട്ടിരിക്കുന്നു. തിർമുദി. ഒരാളുടെ സൽക്കർമ്മം ഒരു മനുഷ്യനും ഒരു മൃഗവും അറിയുന്നത് തമ്മിൽ വല്ല വ്യത്യാസവും മനസ്സിലുള്ളവരെല്ലാം പ്രകടനപരതയുടെ അംഗമുള്ളവരാണെന്നർത്ഥം. ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടി നിസ്കരിക്കുന്നവൻ ശിർക്ക് ചെയ്തു. ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടി നോമ്പെടുക്കുന്നവൻ ശിർക്ക് ചെയ്തു. ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടി സംഭാവന ചെയ്യുന്നവൻ ശിർക്ക് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷമുള്ള ഉമ്മത്തുകൾ ശിർക്ക് ചെയ്യുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അതെ, നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, അവർ സൂര്യനെ, ചന്ദ്രനെ, വിഗ്രഹങ്ങളെ, കല്ലിനെ ആരാധിക്കുന്നതല്ല. പക്ഷേ അവർ ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടി ഇബാദത്തുകൾ ചെയ്യും. യുക്തിയും ന്യായവും. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ശരീഅത്ത് നിർദ്ദേശിക്കുന്ന ന്യായവും ശാസ്ത്രീയതയും അന്വേഷിക്കുന്ന ചിലരുണ്ട്. ഓരോ കൽപ്പനകളിലും യുക്തിയും ന്യായവും അടങ്ങിയിരിക്കുന്നു എന്നത് ശരി തന്നെ. പക്ഷേ അത് അന്വേഷിക്കേണ്ട ആവശ്യം നമുക്കില്ല. ശരീഅത്തിൻ്റെ നിർദ്ദേശങ്ങൾ തീർത്തും അംഗീകരിക്കുകയാണ് വേണ്ടത്. അതാണ് വഴിപാടിൻ്റെ താൽപ്പര്യം. ആ യുക്തി ചിലപ്പോൾ പ്രമാണങ്ങൾ വിവരിച്ചു കാണും, അല്ലെങ്കിൽ ആലോചിച്ചു കണ്ടെത്തുവാൻ കഴിഞ്ഞെന്നു വരില്ല. നമ്മുടെ ബുദ്ധി തോറ്റുപോകുന്ന ഇത്തരം സന്ദർഭങ്ങളിൽ അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം വഹിയിലൂടെ മതകാര്യങ്ങൾ പഠിപ്പിച്ചു തന്ന പ്രവാചകന്മാരെ ചോദ്യം ചെയ്യുന്നത് ധിക്കാരമാണ്. അത് മതത്തിൻ്റെ പേരിലാണെങ്കിലോ, കൽപ്പനകൾ നമ്മുടെ താൽപ്പര്യത്തിന് അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും അവയ്ക്ക് കീഴ്പ്പെട്ടുകൊണ്ടിരിക്കണം. ഇവിടെ നാം എന്ത് ചെയ്യണമെന്നും ചെയ്യാതിരിക്കണമെന്നും തീരുമാനിക്കുന്നത് നമ്മളല്ലാതായിരിക്കുകയാണ്. നമ്മുടെ അഭിരുചികൾ ഭൗതിക സ്വാധീനമാണ് രൂപപ്പെടുത്തി തരുന്നത്. നമ്മെ ആരോ എങ്ങോട്ടോ നയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു മുസ്ലിമിനുണ്ടാവേണ്ട അനുവദനീയ കർമ്മങ്ങൾ തികച്ചും നാട്ടുനടപ്പുകളും ശീലങ്ങളും കെട്ടിപ്പിണഞ്ഞ കേവലം ഭൗതികതയായി മാറുമ്പോൾ ഇതിനെതിരെ ചിന്തിക്കുവാൻ നമുക്കിടയിൽ എത്ര പേരുണ്ട്? ഇസ്ലാമിക ചര്യകളിൽ, എന്തിനധികം അടിസ്ഥാന ചര്യകളിൽ പോലും നിരന്തരമായ ഭൗതിക താൽപ്പര്യങ്ങളുടെ സ്വാധീനം ആഴത്തിൽ സ്പർശിച്ചിട്ടുണ്ട്. നമ്മുടെ കർമ്മങ്ങളുടെ ഉദ്ദേശശുദ്ധിയുടെ അഭാവം വായിച്ചെടുക്കുവാൻ ഒരു ഉദാഹരണം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഒരു അയൽക്കാരന് അസുഖമാണെന്ന് സങ്കൽപ്പിക്കുക. രോഗിയായ അദ്ദേഹത്തെ സന്ദർശിക്കുവാൻ നിങ്ങൾ പോകുന്നു. ഇത് ചെയ്യുവാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്തായിരിക്കും? തീർച്ചയായും നിങ്ങൾ പറയുന്നത് ഇതായിരിക്കും, തൻ്റെ സുഹൃത്തിന് രോഗമായിട്ട് ഞാൻ സന്ദർശിച്ചിട്ടില്ല എങ്കിൽ അയൽക്കാരനായ അദ്ദേഹം എന്നെപ്പറ്റി എന്ത് വിചാരിക്കുമെന്ന ഭൗതിക താൽപ്പര്യമാണ് ഇത് ചെയ്യുവാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത്. രോഗിയെ സന്ദർശിക്കൽ പുണ്യമാണെന്ന തിരുമൊഴി ആവർത്തിച്ചു പഠിക്കുമ്പോഴും നമ്മെ സ്വാധീനിച്ച ഭൗതികതയുടെ ആഴം, ഞാൻ ആ രോഗിയെ സന്ദർശിച്ചിട്ടില്ല എങ്കിൽ അദ്ദേഹം എന്നെക്കുറിച്ച് എന്താണ് വിചാരിക്കുക എന്ന
ഭൗതിക താല്പര്യത്തിലേക്ക് മാറുന്നു. ഇതൊരു ഇബാദത്താണ്, പുണ്യകർമ്മമാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒന്ന് ഓർക്കുക, നിശ്ചയം കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നത് ആത്മാർത്ഥത കൊണ്ടാണ്, അല്ലാതെ ഭൗതിക താല്പര്യങ്ങളിൽ മോഹിക്കുന്നതിലൂടെയല്ല. ഈ കാര്യങ്ങൾ നാം ഉൾപ്പെടുന്ന നമ്മളെല്ലാവരും ചിന്തിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അള്ളാഹുവിൻ്റെ തൃപ്തിക്കനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുവാൻ നാഥൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.